ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ജൂലൈ 13 പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷങ്ങളായിരുന്നുവല്ലോ. വീട്ടിലും പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ചെറുതായി ആഘോഷിച്ചു. അമ്മ മാതാവ് വീട്ടിലേക്ക് വന്നിട്ട് 13ാമത്തെ വർഷമാണിന്ന്. 13 വർഷങ്ങൾക്ക് മുൻപാണ് ജീവിത പങ്കാളിക്ക് ക്യാൻസർ വന്നിട്ട് അന്ന് ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ സുഖം പ്രാപിച്ചത്. 12 വർഷത്തോളം ആ സൗഖ്യം നിലനിന്നു എന്ന് വേണം പറയാൻ. ഇത് 13ാമത്തെ വർഷമാണ്. പ്രിയ സഹോദരങ്ങളെ, ഓരോ വർഷവും പരിശുദ്ധ അമ്മ തന്ന ആ അത്ഭുതകരമായ ഇടപെടലിനെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ മോണ്ടിക്കാരിയിൽ നിന്ന് രൂപം തരുമ്പോൾ പറഞ്ഞു വിടുക. എല്ലാ 13-ാം തീയതിയും പ്രാർത്ഥനാ ദിനമായി ആചരിക്കണമെന്നും ജൂലൈ 13-ാം തീയതി റോസാ മിസ്റ്റിക്ക ഡേയായി ആചരിക്കണമെന്നും. ഈ വർഷവും ഞങ്ങൾ തിരുനാൾ ആഘോഷിച്ചിരുന്നു. എല്ലാവരും അവരവരുടെ രീതിയിൽ ഈ 13 ദിവസവും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഓരോരുത്തരുടെ സൗകര്യം പോലെ, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. മിക്കവരും രക്തക്കണ്ണുനീർ ജപമാല ഈ 13 ദിവസവും ചൊല്ലിയിരുന്നു. മറ്റു ചിലർ അതിൻ്റെ കൂട്ടത്തിൽ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി. പലരും ജപമാലയും കരുണക്കൊന്തയും ചൊല്ലി ഈ ദിവസങ്ങളിൽ കാഴ്ചവെച്ചിരുന്നു. പരിശുദ്ധ അമ്മ ഓരോ പ്രത്യക്ഷപ്പെടലിലും പറയും, പരിശുദ്ധ ജപമാലയെ മുറുകി പിടിക്കാൻ. ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞു. അത് നമ്മൾ സാധാരണ ചൊല്ലുന്ന 53 മണി ജപമാലയാണ് കേട്ടോ. അമ്മ ആ ജപമാലയാണല്ലോ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ പലരും 53 മണി ജപമാല ചൊല്ലി ഈ 13 ദിവസം ഒരുങ്ങി. ചിലർ കരുണക്കൊന്ത ചൊല്ലി. ഇത് എല്ലാം പരിശുദ്ധ അമ്മയുടെ നെഞ്ചിലിരിക്കുന്ന 3 റോസാ പുഷ്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ നെഞ്ചിലിരിക്കുന്ന 3 റോസാ പുഷ്പങ്ങൾ നമ്മോട് പറയുന്നത് പ്രയർ, സാക്രിഫൈസ്, പെനിറ്റൻസ്. പ്രാർത്ഥന, പരിഹാരം, അനുതാപം. ധാരാളം പ്രാർത്ഥിക്കുക പാപികൾക്ക് വേണ്ടിയെന്നും സമർപ്പിതർക്ക് വേണ്ടിയെന്നും. പരിഹാരം ചെയ്യുക, ത്യാഗം ചെയ്യുക, പരിഹാരം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക. ഇതെല്ലാമാണ് ചുമന്ന റോസാ പുഷ്പം അർത്ഥമാക്കുന്നത്. മഞ്ഞ റോസാപ്പൂവ് പെനിറ്റൻസ്, അനുതാപം, പശ്ചാത്താപം. ഇങ്ങനെയാണ് 3 റോസാ പുഷ്പങ്ങളെ അമ്മ വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് ലോകാവസാനം വരെയും ഈശോയുടെ വരവിനും നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ധാരാളം പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക, അനുതപിക്കുക, പശ്ചാത്തപിക്കുക. ഈ ഒരു ചിന്തയോടുകൂടിയാണ് നമ്മൾ ഈ രക്തക്കണ്ണീർ ജപമാലയും മറ്റും ചെല്ലുന്നതും. മാപ്പ് പറഞ്ഞ് അതുപോലെ സമർപ്പിത എല്ലാ ഉത്തരഫലങ്ങളുടെയും സംരക്ഷകയായി ആമേ മാതാവേ, അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വർഗ്ഗത്തിന്റെ നാരിക ശക്തികളുടെയും മേൽ ഞങ്ങൾക്ക് അധികാരം സിദ്ധിച്ചു തരണമേ. എന്നും എപ്പോഴും അങ്ങേ തിരുസുതനെ പ്രിയമുള്ളവരായി ജീവിച്ച് നിത്യാനന്ദത്തിൽ അർഹരായി തീരുവാൻ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിത സ്വർഗ്ഗത്തിന്റെ വാതിലെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മ റോസാ മിസ്റ്റിക്ക മാതാവ് ഈ ദിവസങ്ങളിൽ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിലും നടത്തി കേട്ടോ. രണ്ടാമതും ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് സ്കാനിങ്ങിൽ കണ്ടത്. വീണ്ടും എൻഡോസ്കോപ്പിയും ബയോപ്സിയും എടുത്ത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മാതാവിൻ്റെ തിരുനാളിൻ്റെ 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചു പറഞ്ഞു അതിൽ യാതൊന്നും കാണുന്നില്ല എന്ന്. അപ്പോൾ 11x8 mm എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ടല്ലോ, അത് എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നുമില്ല അമ്മ എന്നാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിക്കുന്നു, ആദ്യത്തെ ക്യാൻസറിൽ നിന്ന് 12 വർഷത്തേക്ക് ഫ്രാൻസിസ് ചേട്ടനെ മോചിപ്പിച്ച് ഇപ്പോൾ രണ്ടാമത് പാൻക്രിയാസിൽ ക്യാൻസർ വന്നിരിക്കുകയാണ്. എനിക്കും അതുപോലെ ആമാശയത്തിലെ ക്യാൻസർ വന്നു, രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു എന്ന് ആണ് പറഞ്ഞത്. പക്ഷേ പരിശുദ്ധ അമ്മ ഈ റോസാ മിസ്റ്റിക്ക ദിനങ്ങളിൽ അമ്മ ഇടപെട്ട് അതിലിപ്പോൾ തൽക്കാലമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും 3 മാസം കൂടുമ്പോൾ ഫോളോ അപ്പ് ചെക്കപ്പാണ്. സ്പ്രെഡിങ് ക്യാൻസർ ടൈപ്പ് ആയതുകൊണ്ട് 3 മാസമേ സ്വസ്ഥതയുള്ളൂ. 3-ാം മാസത്തിൽ വീണ്ടും ഈ ചെക്കപ്പുകളെല്ലാം റിപ്പീറ്റ് ചെയ്യണം. എങ്കിലും പരിശുദ്ധ അമ്മ ഈ ജൂലൈ മാസത്തേക്കും സെപ്റ്റംബർ മാസത്തേക്കുമൊക്കെയായി എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചതിന് കോടാനുകോടി നന്ദിയും സ്തുതിയും ഈശോയ്ക്ക് അളവില്ലാത്ത ആരാധനകളും സമർപ്പിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് പരിശുദ്ധ അമ്മ തന്നെ തന്നതാണ്. ഇത് മാത്യൂസ് ബ്രദറാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തളർന്ന മക്കളെ കെയർ ചെയ്യുന്ന ഒരു ബ്രദറാണിത്. അദ്ദേഹത്തിൻ്റെ ഭരതമലയിലുള്ള ആശ്രമത്തിലും റോസാ മിസ്റ്റിക്ക ഡേ തന്നെയാണ്. പോകുന്ന വഴിക്ക് ബ്രദർ ഇവിടെ പരിശുദ്ധ അമ്മയെ ഒന്ന് കാണാൻ 1 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. തിരക്ക് മൂലം ആൾ പരിശുദ്ധ അമ്മയെയും കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങുകയാണ്. ഫ്രാൻസിസ് തലക്കോട്ടിലച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ റോസാ മിസ്റ്റിക്ക ദിനത്തിലും അങ്ങനെയാണ്. റോസാ മിസ്റ്റിക്ക ഭക്തരെല്ലാവരും ഒന്ന് വന്ന് പരിശുദ്ധ അമ്മയെ കണ്ട് വിഷ് ചെയ്ത് പോകുന്നൊരു പതിവ്. പ്രിയ സഹോദരങ്ങളെ, റോസാ മിസ്റ്റിക്ക മാതാവ് പ്രത്യേകിച്ചും സമർപ്പിതർക്ക് വേണ്ടിയാണല്ലോ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ ദിവസം കൂടിയായിരുന്നു. കാരണം
ഇന്ന് കുറച്ച് സമർപ്പിതർ ഈ റോസാമിസ്റ്റിക് മാതാവിൻ്റെ മുമ്പിൽ വരാൻ അമ്മ തന്നെ ഇടവരുത്തിയല്ലോ. എല്ലാ സമർപ്പിതരും കൂടിച്ചേർന്ന് അമ്മയുടെ ഈ 3 പുഷ്പങ്ങളെ പ്രാർത്ഥന, പരിഹാരം, അനുതാപം, ഇത് 3ഉം നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന സന്ദേശമാണ് തന്നത്. അതിനുശേഷം എല്ലാ മക്കളോടും പുരോഹിതർ പറയുകയായിരുന്നു, പരിശുദ്ധ അമ്മ തന്ന ഈ സന്ദേശമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം, ധാരാളം പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്യണം. ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ അതുതന്നെയാണ് പരിഹാരം. വേറെ ഒരു പരിഹാരത്തിന് വേണ്ടി ഓടി നടക്കേണ്ട കാര്യമില്ല. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ആ സഹനങ്ങൾ, ആ കുറവുകൾ അഭിഷിക്തർക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം എന്നതാണൊരു ബോധ്യം ഇവിടെ കൊടുത്തത്. അതുപോലെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ വരികയല്ലേ. ഇവിടെ വന്നവർക്കൊക്കെ ഈ സാബട്ടൻ പ്രിവിലേജ് ശനിയാഴ്ച വരെ ലഭിക്കാൻ വേണ്ടി അങ്ങനെ ഉത്തരീയം വെഞ്ചിരിച്ചും പുരോഹിതർ നൽകുകയുണ്ടായി. കൂട്ടമായിരിക്കുമ്പോൾ നല്ല ഒരു അനുഭവമാണ് പ്രാർത്ഥനയ്ക്ക്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റാറില്ല. അതാണല്ലോ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചിരിക്കുന്നത്. റോസാമിസ്റ്റിക് മാതാവ് ഒരു വലിയ അത്ഭുതം മോണ്ടിക്കാരിയിൽ നടത്തിയിട്ടുള്ളത് ക്യാൻസർ രോഗം മാറ്റിക്കൊടുത്തുകൊണ്ടാണ്. അത് അവിടെ റിപ്പോർട്ട് ചെയ്ത് പഠിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതാണ്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ക്യാൻസർ ഇങ്ങനെ വഴിയായിട്ട് തരികയാണെന്ന്. പരിശുദ്ധ അമ്മയുടെ കേക്കാണ് കേട്ടോ. ഇതുണ്ടാക്കി തന്ന സഹോദരിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു ടീച്ചറാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. വളരെ ഭംഗിയായി ജപമാലയൊക്കെ വെച്ച് റോസാമിസ്റ്റിക് മാതാവിനെ ഏറ്റവും ഭംഗിയായിട്ട് അത് തീർത്ത് തന്നിരിക്കുകയാണ്. സഹനങ്ങളുടെ പുത്രിമാരാണ് ഇവരെല്ലാം. ഈ ലോകം മുഴുവൻ സഹനത്തിൻ്റെ കഥകളല്ലേ പറയാനുള്ളൂ. അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് വന്ന് പറയും, എൻ്റെ നെഞ്ചിലിരിക്കുന്ന 3 പുഷ്പങ്ങളെ നിങ്ങൾ നോക്കുക. ഞാൻ പറയുന്നതും സഹിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്, ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് അനുതപിക്കാനും അനുതാപമില്ലാത്ത പാപികൾക്ക് അനുതാപം കിട്ടാനും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും പരിഹാരവും കാഴ്ചവെക്കാനും ആണ് എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. റോസാമിസ്റ്റിക് ഭക്തനായ ഫാദർ ഫ്രാൻസിസ് അച്ഛൻ എല്ലാ ജൂലൈ 13-ാം തീയതിയും ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. അച്ഛനിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തന്നിട്ടുള്ളതാണല്ലോ. പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. യേശുവിന്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ. ആവേ മരിയ, 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 ആവേ മരിയ. പരിശുദ്ധ റോസാമിസ്റ്റിക് മാതാവ് അഭിഷിക്തർക്കും സെമിനാരി കുട്ടികൾക്കും ഒക്കെയാണല്ലോ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളോട് പറയുന്നത്. ഇന്ന് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ സെമിനാരിയൻസായിട്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സെമിനാരി വിദ്യാർത്ഥികളാണ് ഇവിടെ വരുന്നത്. ഇത് CMI ഭോപ്പാൽ പ്രൊവിൻസിലെ
അച്ഛന്മാരാണ്. വിദേശത്ത് ബ്രസീലിൽ ശുശ്രൂഷ ചെയ്ത അച്ഛനാണ് ലിൻഡോ അച്ഛൻ. ഈ അച്ഛൻ ഇവിടുത്തെ വൊക്കേഷൻ പ്രൊമോട്ടറാണ്. ഈ വർഷം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് കയറിയിട്ടുള്ള കുട്ടികളാണിവർ. ഇവരെല്ലാം ഒറീസയിൽ നിന്നും മേഘാലയയിൽ നിന്നുമൊക്കെ ഉള്ളവരാണ്. ഒരാൾ മാത്രമേ നമ്മുടെ മലയാളിയുള്ളൂ. ഇതാണ് മലയാളിയായിട്ടുള്ള കുട്ടി. എന്തായാലും ജീവിതം ഈശോയ്ക്ക് വേണ്ടി മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കാം എന്ന് ഇപ്പോൾ ഈ കൊച്ചു മനസ്സിൽ തീരുമാനിച്ച് ഉറച്ചിട്ടാണ് അവർ ഇങ്ങനെ സെമിനാരിയിലേക്ക് ചേർന്നിട്ടുള്ളത്. ഭാവിയിൽ അവരെ നയിക്കേണ്ടതും നയിക്കുന്നതും ഈശോയും മാതാവുമാണ്. നമുക്ക് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ധാരാളം വിശുദ്ധിയുള്ള അഭിഷിക്തർ ലോകം മുഴുവനിലും ഉണ്ടാകട്ടെ എന്ന്. ഇന്ന ദിവസം അവർ ഇവിടെ വന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ചെറിയ സന്തോഷമൊന്നുമല്ല, വളരെ വലിയ സന്തോഷം. ഈ മക്കളുടെ വിശുദ്ധി കർത്താവെ, മരണം വരെ നിലനിന്ന് ഇവർ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരായി മാറട്ടെ എന്നാണ് റോസ മിസ്റ്റിക്ക മാതാവിനോട് ഇന്നത്തെ ദിവസം, ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ഇവരെ ഒരുക്കി കൊണ്ടുവരുന്ന അച്ഛന്മാരാണ് അവർ. പ്രിയ സഹോദരങ്ങളെ, ധാരാളം ദൈവവിളികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. വിശുദ്ധിയുള്ള ദൈവവിളികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്. അതാണ് വെള്ള റോസാ പുഷ്പം നമ്മോട് പറയുന്നത്. ധാരാളം പ്രാർത്ഥിക്കുക. അമ്മ എപ്പോഴും പറയുന്നത് അതാണ്. പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ധാരാളം പ്രാർത്ഥിക്കേണ്ടതാണ്. 53 മണി ജപമാലയും കരുണക്കൊന്തയും. ധാരാളം ദൈവവിളികൾ ഉണ്ടാകാനും ഉണ്ടായ ദൈവവിളികൾ വിശുദ്ധിയുള്ള വിളികളായി മാറാനും നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വർഷങ്ങൾ കഴിയുമ്പോൾ കർത്താവിന് ലോകം മുഴുവനും കൊടുക്കുന്ന മിഷണറിമാരായിട്ട് ഇവർ മാറാൻ, ഇവരുടെ ഈ ജീവിതയാത്രയിൽ ഒരു 14 കൊല്ലം 15 വർഷമൊക്കെ ഇവർ പഠിച്ചിട്ട് വേണം ഇറങ്ങാൻ. അതിൻ്റെ ഇടയിൽ ഇവർക്ക് കുറേ പ്രതിസന്ധികളുണ്ടാകും, കുറേ പ്രതിസന്ധികൾ. അതിൽ നിന്നെല്ലാം ഇവരെ ഒരുക്കിയെടുക്കാനാണ് ഇവരുടെ റെക്ടർമാരും വൊക്കേഷൻ പ്രൊമോട്ടർമാരും ഒക്കെ ഇവരുടെ കൂടെയുണ്ടാകും ഒരുക്കിയെടുക്കാൻ. അങ്ങനെ ഒരുക്കി എടുത്ത് വാർത്ത് വരുന്ന കുഞ്ഞുങ്ങളാണ് സമർപ്പിതരായിട്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് വരിക. ഈ കാലഘട്ടങ്ങളിൽ ഇവർക്കും പിഴവുകളൊക്കെ സംഭവിക്കാം. കാരണം അവർ സ്വർഗത്തിൽ നിന്നിറങ്ങിയ മാലാഖമാരല്ലാത്തത് കൊണ്ട്. മാലാഖമാർക്ക് പിഴവ് പറ്റിയപ്പോൾ അവർ പോയി, നമുക്കറിയാം, ലൂസിഫറായി മാറി. ഇനിയുള്ള മാലാഖമാർക്ക് പിഴവ് പറ്റില്ല. അതുപോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവരല്ല നമ്മളും ഇവരും. ഈ ലോകം മുള്ളുകൾ നിറഞ്ഞ ലോകം, ഈ മുള്ളുകൾ നമ്മെയും ഇവരെയും ഞെരുക്കും. നമുക്കും തെറ്റ് പറ്റും. അതുപോലെ ഇവർക്കും തെറ്റുകൾ പറ്റാം. ഇവർക്ക് തെറ്റ് പറ്റാനാണ് സാത്താൻ കാത്തിരിക്കുന്നത്. അത് നമ്മളെപ്പോഴും ഓർക്കണം. കാരണം ഒരു അഭിഷിക്തന് ഒരു സെമിനാരി കുട്ടിയെ തട്ടിയിട്ടാൽ അവന് വളരെ സന്തോഷമാണ്. കാരണം അനേകം മക്കളെ അതോടുകൂടി അവൻ്റെ സംഘത്തിൽ ചേർക്കാൻ പറ്റും. കാരണം അഭിഷിക്തനല്ലേ തെറ്റ് ചെയ്തത്, ഇനി എന്തിനാ കൂട്ടത്തിൽ പോണേ എന്ന് പിശാച് അൽമായരുടെ ഉള്ളിൽ വിഷത്തിൻ്റെ വിത്ത് വിതയ്ക്കും. മാതാവേ,
എന്നെ ഓർക്കണമേ റോസാ റോസാ മാതാവേ റോസാ റോസാ മിശിക മാതാവേ റോസാ റോസാ മാതാവേ റോസാ റോസാ മിശിക മാതാവേ റോസാ മിശിക മാതാവേ റോസാ പൂക്കളുമായി അണയാം ഞാൻ ദൂർദിൽ ഫാത്തിമയിൽ മെജുഗോറി തന്നിൽ മെക്സിക്കോയിലെ ഗോത്രത്തായിൽ ദൂർദിൽ ഫാത്തിമയിൽ മെജുഗോറി തന്നിൽ മെക്സിക്കോയിലെ ഗോത്രത്തായിൽ ഭാരത മണ്ണിലെ വേളാങ്കണ്ണീരും ചെയ്തതുപോലെ ഞങ്ങളെയും നീ ജ്വലിപ്പിക്കണം ഭാരത മണ്ണിലെ വേളാങ്കണ്ണീരും ചെയ്തതുപോലെ ഞങ്ങളെയും നീ ജ്വലിപ്പിക്കണം റോസാ മിസ്റ്റിക്ക മാതാവേ റോസാ പൂക്കളുമായി അണയാം ചുവന്ന പൂവാൻ ഹൃദയം നിനക്കു നൽകാം മാതാവേ മഞ്ഞപ്പൂവായി മാനസവും കാഴ്ച വയ്ക്കാം മാതാവേ വെള്ളപ്പൂവായി എന്നെ മാറ്റണമേ ശിവയാലെ മുദ്രിതയാക്കണമേ Hi, my name is Wan Borlang and I am from Meghalaya. My name is Ashley Ivan. I am from Meghalaya. എൻ്റെ പേര് സോളമൻ എന്നാണ്. എൻ്റെ വീട് കണ്ണൂരാണ്. মোৰ নাম জোছ হয়, মই আছামৰ পৰা হয়। ഫാദർ മദേഴ്സ് നെയും പറയും মোৰ দেউতাৰ নাম এণ্টনি দৈমাৰী আৰু মাৰ নাম আগথা দৈমাৰী then brothers and sisters আৰু মোৰ এজন দাদা আছে ইজৰাইল দৈমাৰী what is your বাইদেউ আছে কেথৰিনা দৈমাৰী പിന്നെ fathers এণ্টনি দৈমাৰী not name job job my father is a businessman ആസാമിൽ ഒക്കെ മനസ്സിലായില്ലേ മദർ Assam mother home housewife പിന്നെ you come after 10th 12th Kakateng juga de Ashley Ivan Ronthelo. Kakateng juga de Ashley Ivan Ronthelo. Ade nama Meghalaya. then father's name mother's name Kakateng juga juga de Venantius Tado. My kakateng juga image juga Marian. Brothers and sisters, how many? 6 children. Six children. Lucky people. Then you like this Kerala? Like, Yes. oh, good experience, sir? Yeah. Oh. Kakerting Junga de Wan Borlang, ada yang nak state Meghalaya. Meghalaya. Image Junga de Kerting Iris Mary. Iris Mary, my mother. And my father, Kakerting Junga de Sebius. Brothers and sisters. And I have 5 Five. sisters Banda. and 3 brothers. About 5 sisters. 5 sisters, 3 Three brothers. അപ്പോൾ ടോട്ടല് 8. 9 siblings. And my father, he is no more. And my sister or my mother also. Okay. Yeah. Thank you. ഇനി നമ്മുടെ വീട്ടിലേക്ക് ഇതുവരെ വരാത്തൊരു അച്ഛനാണ് ഈ അച്ഛൻ. അച്ഛനല്ലേ വീട്ടുപേര് വീട് മറ്റം അടുത്ത് കണ്ടാനശ്ശേരി. അച്ഛൻ മറ്റത്തല്ലേ? കണ്ടാനശ്ശേരി സാഗർ ഭവനിൽ വൊക്കേഷൻ പ്രൊമോട്ടറാണ് ഭോപ്പാൽ പ്രൊവിൻസിന് വേണ്ടിയിട്ട്.
പിന്നെ എന്താ പറയാ, വീട്ടിലെ അപ്പച്ചന്, അമ്മ, ചേച്ചി കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരാണ്. പിന്നെ ഞാൻ ആദ്യത്തെ വർഷം പട്ടം കിട്ടിയത് 2023 ഡിസംബറിലാണ്. അത് കഴിഞ്ഞ് പട്ടം കഴിഞ്ഞ് 1 വർഷം ചാലക്കുടിയിൽ. അച്ഛനാണ് വൊക്കേഷൻ പ്രൊമോട്ടർ. അച്ഛൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ഫാദർ ഇവിടെ വരുന്നത്. 2 വർഷം മുൻപാണ് പട്ടം സ്വീകരിച്ചതെന്ന് അച്ഛന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അച്ഛനിതൊരു നല്ല അനുഭവമായിരുന്നു. ഈ അച്ഛനാണ് ഇപ്പോൾ വെഞ്ചരിച്ച് കൊടുത്തത്. ഈ ബ്രദറിനെയും ഞാൻ നിങ്ങൾക്ക് മുൻപ് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ബ്രദർ കുറേ തിരുശേഷിപ്പുകളൊക്കെ കളക്ട് ചെയ്ത് ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രദറിൻ്റെ ആഗ്രഹവും അങ്ങനെയാണ്, ഒരാശ്രമം പണിത് അവിടെ തിരുശേഷിപ്പുകളുടെ മധ്യേ ഇരിക്കണമെന്നുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമർപ്പിതരുടെ എല്ലാം ആഗ്രഹം നടക്കാൻ വേണ്ടി. ബ്രദർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റോസ മിസ്റ്റിക്ക ഭക്തൻ തന്നെയാണ്. പിന്നെ കുറച്ച് സന്ദേശമായിട്ട് അമ്മയെക്കുറിച്ചും ബ്രദറിൻ്റെ ആഗ്രഹങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കൂട്ടായ്മയിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 1000 ജപമാല 1001 ജപമാല ചൊല്ലി റോസ മിസ്റ്റിക്ക മാതാവിന് ഒരു പുഷ്പഹാരം അണിയിച്ച ഗീത എന്ന് പറയുന്ന മകളുടെ പ്രാർത്ഥനയും, അതുപോലെ ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ള ലിസി എന്ന് പറയുന്ന സഹോദരി 2000 ചെല്ലാനും എത്രയും ദയുള്ള മാതാവ് ചൊല്ലുകയും കരുണക്കൊന്ത ചൊല്ലി രക്തക്കണിനീർ ജപമാല 150 എണ്ണം ചൊല്ലിയൊക്കെ കാഴ്ചവെച്ചവരുണ്ട്. മിനി എന്ന് പറയുന്ന മകൾ 460ഓളം ജപമാലയും 200 ചില്ലാനും കരുണക്കൊന്തയും ചൊല്ലി. ബാക്കിയുള്ളവരെല്ലാം ഈ 13 ദിവസം രക്തക്കണിനീർ ജപമാലയാണ് അവർ പ്രത്യേകമായിട്ട് ചൊല്ലിയത്. സാധാരണ ചൊല്ലുന്ന ജപമാലകളൊക്കെ അവർ ചൊല്ലിയിട്ടുണ്ട്. ആ ജപമാലകളെല്ലാം ഒരു സമർപ്പിതനിലൂടെ ഇന്ന് റോസ മിസ്റ്റിക്ക മാതാവിന് ഞങ്ങൾ ഒരു വലിയ പുഷ്പഹാരമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഈ ബ്രദറാണ് ചെയ്തത്. അഭിഷിക്തരായിട്ടുള്ള മക്കളെ സ്വർഗത്തിന് വളരെ ഇഷ്ടമാണ്. അവർക്ക് സ്വർഗം എന്തും നൽകും. അവരുടെ ജീവിതം, നിലനിൽപ്പിൻ്റെ വരം എല്ലാം കൊടുക്കും. മറ്റുള്ളവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത് കേൾക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വിശേഷ അവസരങ്ങളിലും ചൊല്ലിക്കൂട്ടുന്ന ജപമാലകൾ അഭിഷിക്തരുടെ കരങ്ങളിലൂടെ സമർപ്പിക്കുന്നത്. ഓരോ ബുധനാഴ്ചയും എരവിമംഗലം ഇടവകയിൽ ഗ്രോട്ടോയിലെ മാതാവ് പ്രത്യേകം സന്ദേശം തന്ന് ലോകപാപത്തിന് പരിഹാരമായി ജപമാലയും കരുണക്കൊന്തയും ചൊല്ലി സമർപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയും ഓരോ ബുധനാഴ്ചയും അച്ഛൻ കുർബാനയുടെ മധ്യേ ഈ ജപമാലയും ഈ കുർബാനകളും, നമ്മൾ കൂടിയ കുർബാനകളും കരുണക്കൊന്തയുമെല്ലാം സമർപ്പിക്കും. നമ്മുടെ യോഗ്യത കുറവ് അവിടെ അൾത്താരയിൽ അത് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അത് യോഗ്യതയുള്ളതാക്കി തീർക്കും. അങ്ങനെ ഓരോ ബുധനാഴ്ചയും അനേക മക്കൾ ജപമാലയും കരുണക്കൊന്തയും ഹോളി മാസും എണ്ണം തന്ന് അതെല്ലാം ഞാൻ ലിസ്റ്റിൽ പകർത്തി അരവിമംഗലം പള്ളിയുടെ അൾത്താരയിൽ കൊണ്ടുവന്ന് വയ്ക്കും. അച്ഛനത് സമർപ്പിക്കും. അപ്പോൾ അനേകം മക്കളുടെ പ്രാർത്ഥന യോഗ്യതയുള്ളതായി തീർന്ന് ലോകത്തോട് കർത്താവ് കരുണ കാണിക്കും. അതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, ധാരാളം പ്രാർത്ഥിക്കുവിൻ, അനുദപിക്കുവിൻ, കരുണക്കൊന്ത ചൊല്ല്, ജപമാല ചൊല്ല്, എല്ലാത്തിലും ഉപരി പരിശുദ്ധ കുർബാന സമർപ്പിക്കും. അതുപോലെ തന്നെയാണ് ഓരോ പരിപാടിക്കും സമർപ്പിത മക്കൾ ഇത് സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം. ഇതിന് ശേഷം MMB ബ്രദേഴ്സിൻ്റെ സുപ്പീരിയറായിട്ടുള്ള ബ്രദർ സാവിയോയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് സിസ്റ്റേഴ്സിനെ, സ്വന്തം സഹോദരിമാരെ കൊണ്ടുവന്ന് ഈ ഒരു പരിപാടി കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷമായി. പരിശുദ്ധ അമ്മ ഇവിടെ വന്ന ഓരോ മക്കളെയും പലതരത്തിൽ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. നന്ദി മാത്രമേ ഉള്ളൂ. നന്ദിയുടെ, കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.